നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥനെ ചാരപ്രവർത്തനം ആരോപിച്ച് രാജ്യത്ത് നിന്നും പുറത്താക്കാൻ നിർദ്ദേശവുമായി റഷ്യ. നടപടിക്ക് കാരണം രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അപേക്ഷിക്കുമ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകിയതും അനൗപചാരിക സാമ്പത്തിക കൂടിക്കാഴ്ചകളിൽ നിർണായക വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചതും. ഉദ്യോഗസ്ഥൻ 2 ആഴ്ചയ്ക്കുള്ളിൽ രാജ്യം വിടണമെന്ന നിർദ്ദേശം. ബ്രിട്ടീഷ് എംബസി സ്റ്റാഫിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഭീഷണിപ്പെടുത്തിയത് അംഗീകരിക്കില്ലെന്നും UK. നടപടികൾ ഇരു രാജ്യങ്ങളുടെയും ബന്ധം കൂടുതൽ വഷളാക്കുമെന്ന് ബ്രിട്ടൻ. ഡോക്ടർമാരുടെ സമര മുന്നറിയിപ്പിനെതിരെ കടുത്ത നിലപാടുമായി പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ഏപ്രിൽ 7 മുതൽ 6 ദിവസം നീണ്ടു നിൽക്കുന്ന സമരത്തിൽ നിന്നും പിന്മാറാൻ 48 മണിക്കൂർ സമയം ഡോക്ടർമാർക്ക് അനുവദിച്ചു. വേതന തർക്കത്തിന്റെ ഭാഗമായി ഡോക്ടർമാർ പ്രഖ്യാപിക്കുന്നത് ഇത് 15ാമത്തെ സമരം. സമരം ആരോഗ്യ സേവനങ്ങൾക്ക് കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കുമെന്ന് ആരോഗ്യ വകുപ്പിന് ആശങ്ക. സർക്കാർ നൽകിയ ഓഫർ നിരസിച്ച് സമരം തുടരുകയാണെങ്കിൽ പുതിയ നിയമങ്ങളും അവസരങ്ങളും പിൻവലിക്കുമെന്ന് സ്റ്റാമറുടെ മുന്നറിയിപ്പ്. UK-യിൽ നാളെ മുതൽ കൗൺസിൽ ടാക്സ് മുതൽ വാട്ടർ ബില്ല് വരെ വർദ്ധിക്കും. കൗൺസിൽ ടാക്സിലും വാട്ടർ ബില്ലിലും മാത്രം പ്രതിവർഷം വരുന്ന വർധനവ് 200 പൗണ്ടിലേറെ. മധ്യപൂർവേഷ്യയിലെ സംഘർഷം സമ്പദ്ഘടനയിൽ ഉണ്ടാക്കിയ പ്രഹരം മൂലം മോർഗേജ് നിരക്കും ഇന്ധനവിലയും ഊർജ്ജ ബില്ലും ഉയരും. ഫസ്റ്റ് ക്ലാസ് സ്റ്റാമ്പുകളുടെ വിലയിൽ 6% വർധനവും സെക്കൻഡ് ക്ലാസ് സ്റ്റാമ്പുകളുടെ വിലയിൽ 5% വർധനവുണ്ടാവും. പാസ്പോർട്ടിലെ നിരക്ക് 94.50 പൗണ്ടിൽ നിന്നും 102 പൗണ്ടായി വർദ്ധിക്കും. നിരക്ക് വർധനവ് കൂടുതലായി പ്രതിഫലിക്കുക ഗ്രാമീണ മേഖലകളിൽ. അമേരിക്കൻ വിമാനങ്ങളെ സ്പെയിനിന്റെ വ്യോമപാതയിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി മാർഗരീത് റോബിൾസ്. US-മായി ചേർന്ന് സ്പെയിനുമായി നടത്തുന്ന സേനാ താവളങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള അനുമതി നേരത്തെ നിഷേധിച്ചിരുന്നുവെന്നും സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ്. അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി US-ഉം ഇസ്രയേലും ഏകപക്ഷീയമായി തുടക്കമിട്ട ഇറാനെതിരെയുള്ള യുദ്ധത്തെ സഹായിക്കുന്ന ഒരു നടപടിയും സ്പെയിനിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും ധനമന്ത്രി കാർലോസ് ക്യൂപ്പറോ. സ്പെയിനുമായുള്ള വ്യാപാര ബന്ധം മുറിക്കുമെന്ന് US പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണി. ഇറാനിലെ മഷ്ഹദ് വിമാനത്താവളത്തിൽ തിങ്കളാഴ്ച US-ഉം ഇസ്രയേലും നടത്തിയ വ്യോമാക്രമണത്തിൽ മഹാൻ എയർ വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. ഇന്ത്യയിൽ നിന്നുമുള്ള മരുന്നുകൾ അടക്കമുള്ള സഹായങ്ങൾ എത്തിക്കാനായി ഷെഡ്യൂൾ ചെയ്ത വിമാനമായിരുന്നുവെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ. ഇറാനുമായുള്ള യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സത്തിന്റെ ഇടനിലക്കാരൻ പ്രമുഖ പ്രതിരോധ കമ്പനികൾ വലിയ നിക്ഷേപം നടത്താൻ ശ്രമിച്ചതായി ആരോപണം. രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് പ്രക്രിയയ്ക്ക് നാളെ തുടക്കം കുറിക്കും. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് നടപ്പിലാക്കുന്നത് 2 ഘട്ടങ്ങളിലായി. ആദ്യഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണവും 2ാം ഘട്ടത്തിൽ യഥാർത്ഥ ജനസംഖ്യാ കണക്കെടുപ്പുമാണ് നടക്കുക. ഇപ്പോൾ പുനരാരംഭിക്കുന്നത് 2011 ശേഷം കോവിഡ് പശ്ചാത്തലത്തിൽ നീണ്ടുപോയ സെൻസസ് നടപടികൾ. രാജ്യത്തെ LPG പ്രതിസന്ധിക്ക് നേരിയ ആശ്വാസവുമായി ഇന്നും നാളെയുമായി 2 LPG ടാങ്കർ കപ്പലുകൾ ഇന്ത്യയിലെത്തും. 2 ടാങ്കർ കപ്പലുകളുമായി രാജ്യത്തേക്ക് എത്തുന്നത് 94,000 ടൺ LPG. ഹോർമൂസ് കടലിടുക്ക് കടക്കുന്നത് BMW എൽം, BMW ടൈഗർ എന്നീ കപ്പലുകൾ. ഇനി ഹോർമൂസ് കടലിടുക്കാനുള്ള 18 കപ്പലുകൾ. ഖനിജന്ത തടയാൻ സംസ്ഥാനങ്ങൾ കൺട്രോൾ റൂമുകൾ തുടങ്ങുമെന്നും കേന്ദ്ര സർക്കാർ. പാർലമെന്റിൽ ഊർജ്ജ പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്ന് പ്രിയങ്ക ഗാന്ധി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ലൈംഗിക അപവാദ കേസിൽ കുടുക്കാൻ സോളാർ കേസ് പ്രതിയുമായി KB ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയത് കണ്ടെന്ന് ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ മൊഴി. SC സഞ്ജയ് ഖാനാണ് കൊട്ടാരക്കര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകിയത്. 2001 മുതൽ 2004 വരെ ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായി സഞ്ജയ് ഖാൻ. വാർത്തകൾ വിശദമായി. ചാരപ്രവർത്തനം ആരോപിച്ച് ഒരു ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥനെ റഷ്യ രാജ്യത്തു നിന്നും പുറത്താക്കാൻ നിർദ്ദേശം നൽകി. റഷ്യൻ ഫെഡറൽ സുരക്ഷാ സേവനമായ FSB-യുടെ ആരോപണ പ്രകാരം രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അപേക്ഷിക്കുമ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകിയതായും അനൗപചാരിക സാമ്പത്തിക കൂടിക്കാഴ്ചകൾ സങ്കീർണ വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചതുമാണ് നടപടി സ്വീകരിക്കാൻ കാരണം. ഉദ്യോഗസ്ഥന്റെ അംഗീകാരം റദ്ദാക്കി 2 ആഴ്ചയ്ക്കുള്ളിൽ രാജ്യം വിടണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ സംഘർഷം വർദ്ധിക്കുന്നതിനിടെയാണ് ഈ നടപടി പൂർണ്ണമായും അസംബന്ധം ആണെന്നാണ് UK വിദേശകാര്യ മന്ത്രാലയം ഇതിനെ വിശേഷിപ്പിച്ചത്. ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരെ റഷ്യ തെറ്റായ നടപടികൾ സ്വീകരിക്കുകയാണെന്ന് ബ്രിട്ടൻ ആരോപിച്ചു. ബ്രിട്ടീഷ് എംബസി സ്റ്റാഫിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഭീഷണിപ്പെടുത്തുന്നത് അംഗീകരിക്കില്ലെന്നും UK വ്യക്തമാക്കി. ഇത്തരം നടപടികൾ ഇരു രാജ്യങ്ങളുടെയും ബന്ധം കൂടുതൽ വഷളാക്കുമെന്നും ആശങ്കയും ബ്രിട്ടൻ പ്രകടിപ്പിച്ചു. അതേസമയം പ്രവേശനാനുമതി നേടുന്നതിനിടെ ഉദ്യോഗസ്ഥൻ ഉദ്ദേശപൂർവ്വം തെറ്റായ വിവരങ്ങൾ നൽകിയെന്നും രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളുടെ ലക്ഷണങ്ങൾ കണ്ടെത്തിയെന്നും റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. മുൻപ് പാശ്ചാത്യ രാജ്യങ്ങളുമായി ഉണ്ടായ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും പുറത്താക്കലുകളും ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ശ്രദ്ധേയമാണ്. ഡോക്ടർമാരുടെ സമര മുന്നറിയിപ്പിനെതിരെ കടുത്ത നിലപാട് വ്യക്തമാക്കി പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ രംഗത്ത്. ഏപ്രിൽ 7 മുതൽ 6 ദിവസം നീണ്ടു നിൽക്കുന്ന സമരത്തിൽ നിന്നും പിന്മാറാൻ 48 മണിക്കൂർ സമയമാണ് ഡോക്ടർമാർക്ക് അനുവദിച്ചിരിക്കുന്നത്.
2023 മുതൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വേതന തർക്കത്തിന്റെ ഭാഗമായി ഇത് 15ാമത്തെ സമരമാണെന്നും ഡോക്ടർമാർ പ്രഖ്യാപിക്കുന്നത്. ഈ സമരം ഈസ്റ്റർ അവധിക്ക് പിന്നാലെ നടപ്പാക്കുന്നതും ആരോഗ്യ സേവനങ്ങൾക്ക് കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നുണ്ട് എന്ന ആശങ്കയുമുണ്ട്. സർക്കാർ നൽകിയ ഓഫർ നിരസിച്ച സാഹചര്യത്തിൽ സമരം തുടരുകയാണ് എങ്കിൽ പുതിയ നിയമനങ്ങളും അവസരങ്ങളും പിൻവലിക്കുമെന്നും സ്റ്റാമർ മുന്നറിയിപ്പ് നൽകി. സർക്കാർ മുന്നോട്ട് വെച്ച ചരിത്രപരമായ കരാറിൽ 3.5% അധിക ശമ്പള വർധനവും 3 വർഷം കൊണ്ട് മൊത്തം 35% വരെ ശമ്പള വർധനവും ഉൾപ്പെടുന്നു. കൂടാതെ ശമ്പള പുരോഗതി മെച്ചപ്പെടുത്തൽ, കൂടുതൽ പരിചയം നേടുന്ന ഡോക്ടർമാർക്ക് മികച്ച പ്രതിഫലം, റോയൽ കോളേജ് പരീക്ഷാ ഫീസ് തിരിച്ചടവ്, അടുത്ത 3 വർഷങ്ങളിൽ 4500-ലധികം സ്പെഷ്യാലിസ്റ്റ് ട്രെയിനിംഗ് അവസരങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സമരവും NHSന് ഏകദേശം 250 മില്യൺ പൗണ്ട് വരെ അധിക ചിലവ് ഉണ്ടാക്കുന്നതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇതോടെ രോഗികളുടെ ശസ്ത്രക്രിയകളും പരിശോധനകളും വൈകാൻ ഇടയാകുമെന്നും വെയിറ്റിംഗ് ലിസ്റ്റ് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ തിരിച്ചടിയാകുമെന്നും പ്രധാനമന്ത്രി പറയുന്നു. അതേസമയം ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷന്റെ റെസിഡന്റ് ഡോക്ടേഴ്സ് കമ്മിറ്റിയുടെ നിലപാട് വ്യത്യസ്തമാണ്. നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ വിലക്കയറ്റം വീണ്ടും ഉയരുമെന്ന പ്രവചനങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഈ കരാർ അംഗീകരിച്ചാൽ ഡോക്ടർമാരുടെ യഥാർത്ഥ വരുമാനം കുറയാൻ സാധ്യതയുണ്ട് എന്നും അവർ പറയുന്നു. ഇതിനകം തന്നെ പല ഡോക്ടർമാരും വിദേശ രാജ്യങ്ങളിലേക്ക് മാറുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ ശമ്പള വർധനവ് തുടരുകയാണ് എങ്കിൽ NHS സ്റ്റാഫ് ക്ഷാമം രൂക്ഷമാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. എന്നാൽ പ്രശ്ന പരിഹാരത്തിനായി സർക്കാരുമായി ചർച്ചകൾ തുടരാൻ തങ്ങൾ തയ്യാറാണെന്നും നല്ലൊരു കരാർ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കമ്മിറ്റിയുടെ നേതാക്കൾ കൂട്ടിച്ചേർത്തു. ഇറാൻ US ഇസ്രായേൽ യുദ്ധം തുടരുകയാണ് എങ്കിൽ ബ്രിട്ടനിൽ വേദന സംഹാരി മരുന്നുകൾ മുതൽ ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ വരെ ക്ഷാമം നേരിടേണ്ടി വരാമെന്ന് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഈ പ്രതിസന്ധി രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തൽ. രാജ്യത്ത് ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഏകദേശം 25% മാത്രമാണ് ആഭ്യന്തരമായി നിർമ്മിക്കുന്നത്. ഏകദേശം 1/3 ഇന്ത്യയിൽ നിന്നുമാണ് എത്തുന്നത്. ബാക്കി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നാണ്. ആഗോള വിതരണ ശൃംഖലയിൽ ഏറ്റവും വലിയ തടസ്സങ്ങളാണ് യുദ്ധം സൃഷ്ടിച്ചിരിക്കുന്നത്. എണ്ണ, വാതകം, വളങ്ങൾ തുടങ്ങിയ പ്രധാന അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഇതിനകം ബാധിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ആഘാതം ആരോഗ്യ രംഗത്തേക്കും വ്യാപിക്കുമെന്ന ആശങ്കയും ഉയരുന്നു. മൂഡീസ് വിശകലന സ്ഥാപനത്തിന്റെ വിദഗ്ധനായ ഡേവിഡ് വീക്സ് ഈ സാഹചര്യത്തിൽ പെർഫെക്റ്റ് സ്റ്റോം എന്നാണ് വിശേഷിപ്പിച്ചത്. പ്രധാന വ്യാപാര മാർഗമായ ഹോർമൂസ് അടച്ചുപൂട്ടുന്നതും ലോകത്തിന് ജനറിക് മരുന്നുകളുടെ വലിയൊരു വിഹിതം നിർമ്മിക്കുന്ന ഇന്ത്യയിൽ നിന്നുള്ള വിതരണം തടസ്സപ്പെടുന്നതും പ്രശ്നം ഗുരുതരമാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. മരുന്നുകളുടെ ഗതാഗതത്തിന് വലിയ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്. ദുബായ്, ദോഹ തുടങ്ങിയ പ്രധാന വിമാനത്താവളങ്ങൾ പ്രവർത്തനം പരിമിതപ്പെടുത്തിയതോടെ കമ്പനികൾക്ക് മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരുന്നു. പലരും ഇപ്പോൾ കടൽ ഗതാഗതത്തെ ആശ്രയിക്കേണ്ടി വന്നതിനാൽ വിതരണ സമയം നീളുകയാണ്. മെഡിസിൻ UKയുടെ ചീഫ് എക്സിക്യൂട്ടീവ് മാർക്ക് സാമുവലാണ് ഇക്കാര്യം പറഞ്ഞത്. ഇപ്പോൾ പ്രതിസന്ധി നിലവിലില്ല എങ്കിലും സ്ഥിതി ഗൗരവമുള്ളതാണ്. സാധാരണയായി വിതരണക്കാർക്ക് 6 മുതൽ 8 ആഴ്ച വരെയുള്ള സ്റ്റോക്കുകളാണ് കൈവശമുള്ളത്. യുദ്ധം നീണ്ടാൽ അതിനുശേഷം ക്ഷാമം തുടങ്ങാൻ ഇടയുണ്ട് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യുദ്ധത്തെ തുടർന്ന് എയർ ഫ്രൈറ്റ് ചെലവ് ഇരട്ടിയായി ഉയർന്നിട്ടുണ്ട്. NHS ഉപയോഗിക്കുന്ന മരുന്നുകളിൽ 5-1 വിമാനമാർഗമാണ് എത്തുന്നത്. ഇപ്പോൾ കമ്പനികൾ ഈ ചെലവ് സഹിക്കുന്നുണ്ട് എങ്കിലും ഇത് ദീർഘകാലം തുടരാനാവില്ല എന്നാണ് വിലയിരുത്തൽ. ആശുപത്രികളുമായി ദീർഘകാല വില കരാറുകൾ ഉള്ളതിനാൽ അവിടെ ഉടൻ വില ഉയരാൻ സാധ്യത കുറവാണ്. എന്നാൽ GP ക്ലിനിക്കുകൾ, ഫാർമസികൾക്കും വിതരണം ചെയ്യുന്ന മരുന്നുകളുടെ വില ഉയരാൻ സാധ്യതയുണ്ട്. മരുന്നുകൾക്കായി കൂടുതലായി ഇറക്കുമതിയെ ആശ്രയിക്കുമ്പോൾ കനത്ത തിരിച്ചടിയാണ് രാജ്യം നേരിടാൻ ഒരുങ്ങുന്നത്. നാളെ മുതൽ കൗൺസിൽ ടാക്സ് മുതൽ വാട്ടർ ബില്ലും ബ്രോഡ്ബാൻഡ് നിരക്കും സ്റ്റാമ്പുകളുടെ വിലയുമെല്ലാം വർദ്ധിക്കുകയാണ്. ഇനി കൗൺസിൽ ടാക്സിലും വാട്ടർ ബില്ലിലും മാത്രം പ്രതിവർഷം 200 പൗണ്ടിലേറെ വർദ്ധിക്കും. അതിനു പുറമെയാണ് ഇറാൻ പ്രതിസന്ധി മൂലമുണ്ടാകുന്ന അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും. ബ്രിട്ടീഷുകാരെ കാത്തിരിക്കുന്നത് ഭീകരമായ ഒരു ഏപ്രിലാണെന്നും സാമ്പത്തിക വിദഗ്ധരുടെ മുന്നറിയിപ്പ്. മധ്യപൂർവേഷ്യയിലെ സംഘർഷം സമ്പദ്ഘടനയിൽ ഉണ്ടാക്കിയ പ്രഹരം മൂലം മോർഗേജ് നിരക്കും ഇന്ധനവിലയും ഊർജ്ജ ബില്ലും ഉയരും. പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിലായിരിക്കും ഇത് കൂടുതലായി പ്രതിഫലിക്കുക. ഒരു കുടുംബത്തിന്റെ വാർഷിക ചെലവിലുണ്ടാകുന്ന വർധനവിന്റെ പകുതിയിലധികം കൗൺസിൽ ടാക്സ് വർധനവ് മൂലമായിരിക്കും ഉണ്ടാവുക. ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ഒട്ടുമിക്ക കുടുംബങ്ങൾക്കും 5% കൗൺസിൽ ടാക്സ് വർധനവ് ഉണ്ടാവുക. അതായത് ഇംഗ്ലണ്ടിലെ ഒരു സാധാരണ വീടിന്റെ ടാക്സ് 111 പൗണ്ടിന്റെ വർധനവ് ഉണ്ടാകും. വെയിൽസിൽ ഇത് 113 പൗണ്ട് ആയിരിക്കും. ശരാശരി 2.5% ഇവിടെ വർധനവ്. സ്കോട്ട്ലൻഡിൽ 4 മുതൽ 10% വരെ വർധനവ് ഉണ്ടാകുമ്പോൾ ഡൊമസ്റ്റിക് ഡേറ്റ് സിസ്റ്റം പിന്തുടരുന്ന നോർത്തേൺ അയർലൻഡിൽ 1.96% മുതൽ 4.5% വരെയായിരിക്കും വർധനവ്. വാട്ടർ ബില്ലിൽ ശരാശരി 5.4% വർധനവുണ്ടാകും. ഏറ്റവും വലിയ വർധനവ് സെവൻസ് ട്രെന്റ് വാട്ടറിനാണ്. 10%
മുതൽ 0.4% മാത്രമാണ് വർധന വരുത്തിയ തെംസ് വാട്ടറാണ് ഏറ്റവും കുറവ് വർധന വരുത്തിയിട്ടുള്ളത്. ബ്രോഡ്ബാൻഡ് ബില്ലിൽ ശരാശരി 39.60 പൗണ്ടിന്റെ വർധനവായിരിക്കും ഉണ്ടാവുക. ഏപ്രിൽ 1 മുതൽ TV ലൈസൻസ് ചാർജ് 5.50 പൗണ്ട് വർദ്ധിക്കുമ്പോൾ ഒട്ടുമിക്ക കാറുകളുടെയും വെഹിക്കിൾ എക്സൈസ് ഡ്യൂട്ടി 5 പൗണ്ടിന്റെ വർധനവുണ്ടാവും. ഫസ്റ്റ് ക്ലാസ് സ്റ്റാമ്പുകളുടെ വിലയിൽ 6% വർധനവുണ്ടാകുമ്പോൾ സെക്കൻഡ് ക്ലാസ് സ്റ്റാമ്പുകളുടെ വില 5% വർദ്ധിക്കും. പ്രായപൂർത്തിയായവർക്കുള്ള പാസ്പോർട്ടിന്റെ നിരക്ക് 94.50 പൗണ്ടിൽ നിന്നും 102 പൗണ്ടായി വർദ്ധിക്കുമ്പോൾ കുട്ടികളുടേത് 61.50 പൗണ്ടിൽ നിന്നും 66.50 പൗണ്ടായി വർദ്ധിക്കും. UK-യിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഡ് ആൻഡ് റിവാലിഡേഷൻ പ്രക്രിയയിൽ വംശീയ വിവേചനം ഒഴിവാക്കുന്നതിന് കൂടുതൽ ഊന്നൽ നൽകുമെന്ന് നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ. UK-യിലെ 4 അംഗരാജ്യങ്ങളിലെയും നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി പ്രാക്ടീസ് രീതികൾ രൂപം നൽകുന്ന പ്രധാനപ്പെട്ട 2 ഇനങ്ങളാണ് കോഡും റീവാലിഡേഷനും. UK-യിൽ 8,60,000 പരം നഴ്സുമാരുടെയും മിഡ്വൈഫർമാരുടെയും നഴ്സിംഗ് അസിസ്റ്റന്റുമാരുടെയും തൊഴിലിനും പെരുമാറ്റത്തിനും മാനദണ്ഡങ്ങൾ നിർണ്ണയിക്കുന്നതാണ് കോഡ്. ഈ കോഡ് പിന്തുടർന്നുകൊണ്ടാണ് തൊഴിലിടങ്ങളിലെ പ്രവർത്തനം എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രക്രിയയാണ് 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന റീവാലിഡേഷൻ. ഇപ്പോൾ കോഡിൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങൾ എങ്ങനെ സമത്വം, വൈവിധ്യം, ഉൾച്ചേരൽ എന്നിവയെ ഉയർത്തിപ്പിടിക്കുമെന്നും വിവേചനത്തിന്റെയും വംശീയ വിരോധത്തിനുമെതിരെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ അവരുടെ എല്ലാ ആഭ്യന്തര ഉപദേശക സമിതികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പഠനം നടത്തുന്നത്. അതോടൊപ്പം ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ മേഖലയിൽ സേവനം അനുഭവിച്ച് പരിചയമുള്ള പൊതുജനങ്ങളുടെ വാക്കുകളും NMSC ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. അടുത്ത പടിയായി നഴ്സിംഗ് മിഡ്വൈഫറി പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലയിൽ പ്രൊഫഷണലുകളിൽ നിന്നും ഇക്കാര്യത്തിൽ അഭിപ്രായം തേടും. ഇതിൽ വിദേശത്ത് പഠനം നടത്തുന്നവരെയും ഉൾപ്പെടുത്തും. ഇറാൻ ആക്രമണത്തിൽ പങ്കെടുത്ത US വിമാനങ്ങളെ സ്പെയിനിന്റെ വ്യോമപാതയിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി മർഗരീത്ത റോബിൻസ് തിങ്കളാഴ്ചയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. US-മായി ചേർന്ന് സ്പെയിനുമായി നടത്തുന്ന സേനാ താവളങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള അനുമതി നേരത്തെ നിഷേധിച്ചു. നാറ്റോ അംഗരാജ്യങ്ങളാണ് സ്പെയിനും US-ഉം. വ്യോമപാത അനുവദിക്കില്ലെന്ന തീരുമാനം വന്നതോടെ സ്പെയിൻ ഒഴിവാക്കി വേണം US സേനാ വിമാനങ്ങൾക്ക് പശ്ചിമേഷ്യയിലേക്ക് പോകാൻ. എന്നാൽ അടിയന്തര സാഹചര്യത്തിൽ വിലക്കു ബാധകമല്ല എന്ന് സ്പാനിഷ് പത്രമായ എൽ പായിസ് റിപ്പോർട്ട് ചെയ്യുന്നു. അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി US-ഉം ഇസ്രയേലും ഏകപക്ഷീയമായി തുടക്കമിട്ട യുദ്ധത്തെ സഹായിക്കുന്ന ഒരു നടപടിയും സ്പെയിനിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്നും ധനമന്ത്രി കാർലോസ് ക്യൂപ്പറയും വ്യക്തമാക്കി. ഇറാൻ ആക്രമണത്തിൽ US-നെയും ഇസ്രയേലിനെയും ശക്തമായി വിമർശിച്ച ആദ്യ യൂറോപ്യൻ നേതാവ് സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ്. ഇതിന്റെ പേരിൽ സ്പെയിനുമായുള്ള വ്യാപാര ബന്ധം മുറിക്കുമെന്നും US പ്രസിഡന്റിനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ സൈന്യവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ഇസ്രയേലിന്റെ സൈന്യം തിങ്കളാഴ്ച ആക്രമണം നടത്തി. ടെഹ്റാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തുന്ന ഇമാം ഹുസൈൻ സർവകലാശാലയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. തിരിച്ചടിയായി ഇസ്രയേൽ, കുവൈറ്റ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ ഇറാൻ ആക്രമിച്ചു. ഇറാനിലെ മഷ്ഹദ് വിമാനത്താവളത്തിൽ തിങ്കളാഴ്ച US-ഉം ഇസ്രയേലും നടത്തിയ വ്യോമാക്രമണത്തിൽ മഹാൻ എയർ വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. ഇത് ഇന്ത്യയിൽ നിന്നുമുള്ള മരുന്നുകൾ അടക്കമുള്ള സഹായങ്ങൾ എത്തിക്കാനായി ഷെഡ്യൂൾ ചെയ്ത വിമാനമായിരുന്നുവെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു. ഈ ആഴ്ച ഈ വിമാനം മെഡിക്കൽ സാമഗ്രികളും ഇറാനിയൻ ജനങ്ങൾക്കുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ശേഖരിക്കാൻ ഡൽഹിയിലേക്ക് പറക്കേണ്ടതായിരുന്നുവെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച പ്രതികരണം നടത്തിയിട്ടില്ല. മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും എത്തിക്കുന്ന ഇറാനിയൻ വിമാനത്തിന് നേരെയുണ്ടായ ആക്രമണം ഒരു യുദ്ധക്കുറ്റവും അന്താരാഷ്ട്ര നിയമങ്ങളുടെ വ്യക്തമായ ലംഘനവുമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ഇറാൻ സിവിൽ ഏവിയേഷന്റെ പ്രസ്താവന ഇന്ത്യയിലെ ഇറാൻ എംബസി X-ൽ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യയിലേക്ക് ഷെഡ്യൂൾ ചെയ്ത വിമാനമാണ് പ്രത്യേകം പറയുന്നില്ല. നിരവധി രാജ്യങ്ങളിൽ നിന്നും ഇറാനിലേക്ക് മരുന്നും വൈദ്യോപകരണങ്ങളും എത്തിച്ചിരുന്ന ഇറാനിയൻ യാത്രാ വിമാനത്തിന് നേരെ ഇസ്രയേലി അമേരിക്കൻ ആക്രമണം നടന്നുവെന്നും ഇറാന്റെ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഈ നടപടിയെ ശക്തമായി അപലപിച്ചുവെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. ഇത്തരം വിമാനങ്ങളെ ലക്ഷ്യമിടുന്നത് അന്താരാഷ്ട്ര വ്യോമയാന ചട്ടങ്ങളുടെ ലംഘനമാണെന്നും മാനുഷിക നിയമങ്ങളുടെ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഓർഗനൈസേഷൻ പ്രസ്താവനയിൽ ഊന്നി പറഞ്ഞു. മഷ്ഹദ് വിമാനത്താവളത്തിലെ US നടത്തിയ ആക്രമണത്തിലാണ് വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചത്. വിമാനം ഏപ്രിൽ 1-ന് ഡൽഹിയിലേക്ക് പോകാനിരുന്നതായാണ് റിപ്പോർട്ട്. മാർച്ച് 18-ന് ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റി വഴി ഇന്ത്യ മെഡിക്കൽ സഹായം ഇറാനിലേക്ക് അയച്ചിരുന്നു. ഡൽഹിയിലെ ഇറാനിയൻ എംബസി ഇന്ത്യയുടെ സഹായത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു. മഹാൻ എയർ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള ഇറാനിയൻ എയർലൈനാണ്. പശ്ചിമേഷ്യ, മധ്യേഷ്യ, ദക്ഷിണേഷ്യ, തെക്കുകിഴക്കേഷ്യ, കിഴക്കേഷ്യ എന്നിവിടങ്ങളിലേക്ക് നിരവധി രാജ്യങ്ങളിലെ വിമാന സർവീസുകൾ നടത്തുന്നുണ്ട്. ദുബായിലും ഷാർജയിലും ഇറാൻ ആക്രമണം. ദുബായ് അൽബദയിലെ ഡ്രോൺ അവശിഷ്ടം വീണ് കെട്ടിടത്തിന് തീപിടിച്ചു. 4 പേർക്ക് പരിക്കേറ്റു. ഷാർജയിലെ അൽതുറായ ടെലികോം കമ്പനിയുടെ ഓഫീസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ആർക്കും പരിക്കില്ല എന്നാണ് അധികൃതർ അറിയിച്ചു.
ദുബായ് തീരത്തെ എണ്ണ ടാങ്കറുകൾക്ക് നേരെയും ഡ്രോൺ ആക്രമണമുണ്ടായി. തീരത്തു നിന്നും 34 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം. ആർക്കും പരിക്കില്ലെന്നും ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ടാങ്കറിലുണ്ടായിരുന്ന 24 ജീവനക്കാരും സുരക്ഷിതരാണ് എന്നാണ് വിവരം. കുവൈറ്റിന്റെ പടുകൂറ്റൻ എണ്ണക്കപ്പലായ അൽ സലമയ്ക്ക് നേരെയും ഡ്രോൺ ആക്രമണമുണ്ടായത്. 332 മീറ്റർ നീളവും 60 മീറ്റർ വീതിയുമുള്ളതാണ് അൽ സലാമ എന്ന പടുകൂറ്റൻ എണ്ണക്കപ്പൽ. 3,19,660 ടൺ ഇന്ധനശേഷി കപ്പലിനുണ്ട്. അതേസമയം ഉടൻ സമാധാന കരാർ ഉണ്ടാക്കില്ല എന്ന് ഇറാന്റെ ഊർജ്ജ സ്രോതസ്സുകളും കടൽവെള്ള ശുദ്ധീകരണശാലകളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇറാന്റെ എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗദീവ് US സൈന്യം പിടിച്ചെടുത്തേക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെയാണ് പുതിയ ഭീഷണി എത്തിയത്. ഇറാനുമായുള്ള സമാധാന ചർച്ച നന്നായി പോകുന്നു എന്ന് പറഞ്ഞതിനൊപ്പമാണ് ഭീഷണിയും മുഴങ്ങിയത്. ഇറാനുമായുള്ള യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപായി US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സറ്റിന്റെ ഇടനിലക്കാരൻ പ്രമുഖ പ്രതിരോധ കമ്പനികളിൽ വലിയ നിക്ഷേപം നടത്താൻ ശ്രമിച്ചതായി റിപ്പോർട്ട്. ഐഷേസ് ഡിഫൻസ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ETF-ൽ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപം നടത്തുന്നതിനെക്കുറിച്ച് ഫെബ്രുവരിയിൽ ബാങ്കിംഗ് ഭീമനായ മോർഗൻ സ്റ്റാൻലിന്റെ ഹെഗ്സറ്റ് ബ്രോക്കർ ബ്ലാക്ക് റോക്കുമായി ബന്ധപ്പെട്ടതായി ഫിനാൻഷ്യൽ ടൈംസ് ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തു. ഇറാൻ യുദ്ധം ആരംഭിച്ച സമയത്ത് ഈ പ്രതിരോധ കമ്പനിക്ക് 12.4% നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മോർഗൻ സ്റ്റാൻലി ക്ലയന്റുകൾക്ക് വാങ്ങാൻ ഫണ്ട് ലഭ്യമായിരുന്നില്ല എന്നതിനാൽ ഹെക്സത്തിന്റെ ബ്രോക്കർ ചർച്ച ചെയ്ത നിക്ഷേപം ഒടുവിൽ മുന്നോട്ടു പോയില്ല എന്നും ഫിനാൻഷ്യൽ ടൈംസ് പറയുന്നു. പ്രതിരോധവുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിക്ഷേപം ബ്രോക്കർ കണ്ടെത്തിയോ എന്നത് വ്യക്തമല്ല എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ആരോപണത്തിൽ പെന്റഗൺ വക്താവ് പ്രതികരിച്ചു. ഇത് തികച്ചും തെറ്റായും കെട്ടിച്ചമച്ചതുമാണെന്ന് ചൂണ്ടിക്കാട്ടി പെന്റഗൺ വക്താവ് സിയൻ പാർനൽ ലേഖനം പിൻവലിക്കുവാനും ആവശ്യപ്പെട്ടു. ഹെക്സറ്റോ അദ്ദേഹത്തിന്റെ പ്രതിനിധികളോ അത്തരമൊരു നിക്ഷേപത്തെക്കുറിച്ചും ബ്ലാക്ക് റോക്കിനെ സമീപിച്ചിട്ടില്ല എന്ന് പാർനൽ പറഞ്ഞു. ഇത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ രൂപകൽപ്പന ചെയ്ത അടിസ്ഥാനരഹിതമായ സത്യസന്ധതയില്ലാത്ത അപവാദ പ്രചരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലണ്ടനിൽ ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രം എന്ന സാക്ഷാത്കാരത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻജി ഫൗണ്ടേഷനും ലണ്ടൻ ശ്രീ ഗുരുവായൂരപ്പ സേവാ സംഘവും സംയുക്തമായി സംഘടിപ്പിച്ച മീനഭരണി ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ സമാപനമായി. 2026 മാർച്ച് 28 ശനിയാഴ്ച തോണ്ടൻ ഹീത്തിലുള്ള വെസ്റ്റ് തോണ്ടൻ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചാണ് മീനഭരണി ആഘോഷ ചടങ്ങുകൾ നടത്തപ്പെട്ടത്. അന്നേ ദിവസം പൊങ്കാല സമർപ്പണം, ഭഗവതി സേവ, പുഷ്പാഞ്ജലി, നാരങ്ങവിളക്ക്, നാമസങ്കീർത്തനം, താലപ്പൊലി, തുടർന്ന് ദീപാരാധനയും ശേഷം അന്നദാനവും നടന്നു. പൂജകൾക്ക് താഴൂർ മന ഹരിനാരായണൻ നമ്പീശ്വരി കാർമ്മികത്വം വഹിച്ചു. ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ധാരാളം ഭക്തർ ഈ പുണ്യ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 123.91 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 93.92 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 107.84 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.32 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 67.50 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് പ്രക്രിയയ്ക്ക് നാളെ ഏപ്രിൽ 1 തുടക്കമാകും. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് എന്ന പ്രത്യേകതയോടെയാണ് സെൻസസ് നടപടികൾ ആരംഭിക്കുന്നത്. 2 ഘട്ടങ്ങളിലായാണ് സെൻസസ് ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണവും രണ്ടാം ഘട്ടത്തിൽ യഥാർത്ഥ ജനസംഖ്യ കണക്കെടുപ്പുമാണ് നടക്കുക. 2011 ശേഷം കോവിഡ് പശ്ചാത്തലത്തിൽ നീണ്ടുപോയ സെൻസസ് നടപടികളാണ് ഇപ്പോൾ പുനരാരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഭവന സെൻസസിൽ വീടുകളുടെ തരം, ലഭ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, വീട്ടിലുള്ള ആസ്തികൾ തുടങ്ങിയ വിവരങ്ങളാണ് ശേഖരിക്കുക. ഓരോ കുടുംബത്തിന്റെയും സാമ്പത്തിക നിലവാരം, ജീവിത സാഹചര്യങ്ങളും മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. 2027 ഫെബ്രുവരിയിൽ നടക്കുന്ന രണ്ടാം ഘട്ടത്തിലാണ് വ്യക്തിഗത വിവരങ്ങളും ജാതി വിവരങ്ങളും ഉൾപ്പെടെയുള്ള ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുക. ഇത്തവണ വിവരശേഖരണത്തിനായി മൊബൈൽ ആപ്പുകളും പ്രത്യേക വെബ് പോർട്ടലുകളും ഉപയോഗിക്കുന്നതിനാൽ വിവരങ്ങൾ വേഗത്തിലും കൃത്യമായും ലഭ്യമാകും. കേരളത്തിൽ ആദ്യഘട്ട സെൻസസ് നടപടികൾ ജൂൺ മാസത്തിലാണ് ആരംഭിക്കുന്നത്. ജൂൺ 16 മുതൽ 30 വരെ പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം ലഭ്യമാകും. തുടർന്ന് ജൂലൈ 1 മുതൽ 30 വരെ സെൻസസ് ഉദ്യോഗസ്ഥർ നേരിട്ട് വീടുകളിലെത്തി വിവരങ്ങൾ ശേഖരിക്കും. രാജ്യത്താകെ ശേഖരിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ച് 2027 മാർച്ച് 1 പുതിയ സെൻസസ് കണക്കുകൾ ഔദ്യോഗികമായി പ്രസിദ്ധീകരിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ LPG പ്രതിസന്ധിക്ക് നേരിയ ആശ്വാസവുമായി ഇന്നും നാളെയുമായി 2 LPG ടാങ്കറുകൾ കപ്പലുകൾ ഇന്ത്യയിലെത്തും. 2 ടാങ്കർ കപ്പലുകളുമായി 94,000 ടൺ LPG ആണ് രാജ്യത്തേക്ക് എത്തുന്നത്. BMW LM, BMW ടൈഗർ എന്നീ കപ്പലുകളാണ് ഹോർമൂസ് കടലിടുക്ക് കടന്നിട്ടുള്ളത്. 18 കപ്പലുകളാണ് ഇനി ഹോർമൂസ് കടക്കാനുള്ളത്. പേർഷ്യൻ ഗൾഫിലേക്ക് എണ്ണ കൊണ്ടുവരാൻ ഇനി കപ്പലുകൾ അയക്കുന്നത് നിലവിൽ പരിഗണനയിലില്ല എന്ന് മന്ത്രാലയങ്ങൾ വ്യക്തമാക്കി.
കരിഞ്ചന്ത തടയാൻ സംസ്ഥാനങ്ങൾ കൺട്രോൾ റൂമുകൾ തുടങ്ങണം എന്ന് കേന്ദ്രം ആവർത്തിച്ചു. പല സംസ്ഥാനങ്ങളും ഇപ്പോഴും ജനങ്ങളോട് നിരന്തരം സമ്പർക്കം നടത്തുന്നില്ല. പാർലമെന്റിൽ ഊർജ്ജ പ്രതിസന്ധി ചർച്ച വേണമെന്നും പ്രിയങ്ക ഗാന്ധി ആവർത്തിച്ചു. രാജ്യം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടെന്നും പ്രിയങ്ക ഗാന്ധി വിശദമാക്കി. കഴിഞ്ഞ ആഴ്ചയിൽ ജാഗ് വസന്ത്, നന്ദ ദേവി, ശിവാലിക് എന്നീ കപ്പലുകൾ LPG രാജ്യത്ത് എത്തിച്ചിരുന്നു. നിലവിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ നീക്കം കേന്ദ്രം തുടർച്ചയായി നിരീക്ഷിക്കുന്നുണ്ട്. അറബിക്കടലിലടക്കം നാവികസേന നിർണായക പങ്കാണ് ഈ കപ്പലുകളുടെ നീക്കത്തിൽ വഹിക്കുന്നത്. ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയുടെ ഭാഗമായി ഹോർമൂസ് കടലിലും കപ്പലുകൾ നാവികസേന നിർദ്ദേശം നൽകുന്നുണ്ട്. നേരത്തെ ഓപ്പറേഷൻ സങ്കൽപ്പിലും ഇന്ത്യൻ നാവികസേന കൃത്യമായി പങ്ക് വഹിച്ചിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ലൈംഗിക അപവാദ കേസിൽ കൊടുക്കാൻ സോളാർ കേസ് പ്രതിയുമായി KP ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയത് കണ്ടെന്ന് ഗണേഷ് കുമാറിന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ മൊഴി. SE സഞ്ജയ് ഖാനാണ് കൊട്ടാരക്കര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകിയത്. 2001 മുതൽ 2004 വരെ ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ സഞ്ജയ് ഖാൻ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് 2013 മന്ത്രിസഭയിൽ നിന്നും ഗണേഷ് കുമാറിന് രാജിവെക്കേണ്ടി വന്നിരുന്നു. തന്നെ തിരിച്ചെടുക്കാൻ ഉമ്മൻചാണ്ടിക്കും UDF നേതാക്കൾക്കും മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് പലപ്പോഴും ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടിരുന്നു. 2015 മെയ് മാസത്തിൽ ഗണേഷ് കുമാർ പത്തനാപുരം ഓഫീസിലേക്ക് തന്നെ വിളിപ്പിച്ചു. കോൺഗ്രസ് നേതാവ് CR നജീബിനൊപ്പമാണ് ചെന്നത്. ഓഫീസിൽ ചെല്ലുമ്പോൾ സോളാർ കേസ് പ്രതി അവിടെ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയെ കൂടി കേസിൽ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മുടെ പദ്ധതി ശരിയാകത്തില്ല, ബാക്കിയെല്ലാം തന്റെ കയ്യിലാണ് എന്ന് ഗണേഷ് കുമാർ അവരോട് പറയുന്നത് ഞങ്ങൾ കേട്ടു. മറുപടിയായി അവർ ഓക്കെ എന്ന് പറഞ്ഞ ശേഷം പോകുകയായിരുന്നു. തങ്ങളോട് സൗഹൃദത്തോടെയും അല്പം ഭീഷണിയുടെ സ്വരത്തിലുമാണ് ഗണേഷ് കുമാർ പിന്നീട് സംസാരിച്ചത്. തന്നെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ സഹിതം പീഡനക്കേസിൽ ഉൾപ്പെടുത്തി നാട്ടിക്കും. അടുത്ത തവണ LDF മുന്നണിയിൽ ചേർന്ന് വേണ്ടത് ചെയ്യും. അപ്പോൾ നമുക്ക് കാണാമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. വിവരം അന്നു തന്നെ ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിനെ ഫോണിലൂടെ അറിയിച്ചുവെന്നും സഞ്ജയ് ഖാൻ മൊഴി നൽകി. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നത് സ്വപ്നമെന്ന് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിൽ പ്രതികരണവുമായി കൊല്ലത്ത് UDF സ്ഥാനാർത്ഥി ബിന്ദു കൃഷ്ണ രംഗത്തെത്തി. ഇന്നല്ലെങ്കിൽ നാളെ അത് യാഥാർത്ഥ്യമാകും. സ്ത്രീകൾ മുന്നോട്ട് വരുന്ന കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. രാഷ്ട്രീയ രംഗത്ത് വനിതകൾക്ക് രാഹുൽ ഗാന്ധിയുടെ ചിന്തകൾ പ്രചോദനമാണ്. കോൺഗ്രസ് ആണ് എല്ലാ കാലത്തും സ്ത്രീകൾക്ക് പരിഗണന നൽകിയിട്ടുള്ളത്. വനിതകൾക്ക് അർഹമായ പ്രാതിനിധ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നൽകണം. CPM-ൽ എന്തായാലും ഒരു വനിതാ മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കേണ്ട. CPM അത് സഹിക്കില്ല. ഒരു വനിതാ ജില്ലാ സെക്രട്ടറിയെ പോലും CPM കൊടുത്തിട്ടില്ല എന്നും അവർ പറഞ്ഞു. കേരളത്തിലെ വനിതാ മുഖ്യമന്ത്രി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ കാത്തിരിക്കുന്നു എന്ന് തൃക്കാക്കരയിലെ UDF സ്ഥാനാർത്ഥി ഉമ തോമസ് പറഞ്ഞു. ഇന്ദിരാഗാന്ധിയെ മാതൃകയാക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അർഹതപ്പെട്ടവർക്കാണ് പാർട്ടി സീറ്റ് നൽകുക. അതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല എന്നും പ്രവൃത്തിയാണ് വേണ്ടതെന്നും ഉമ തോമസ് കൂട്ടിച്ചേർത്തു. കോൺഗ്രസിനെതിരെ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മരിച്ചവരെ പോക്കറ്റടിച്ചില്ലേ എന്ന് മുഖ്യമന്ത്രിയുടെ ചോദ്യം. മാതൃഭൂമി ദിനപത്രത്തിലെ ലേഖനത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിമർശനം ഉണ്ടായത്. വയനാട്ടിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച വീട് നിർമ്മിക്കാത്തതിലാണ് മുഖ്യമന്ത്രി വിമർശനം ഉന്നയിച്ചത്. അതേസമയം വികസനത്തിൽ സംവാദം തുടങ്ങിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെ നേട്ടങ്ങളെക്കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതു മുതൽ പ്രതിപക്ഷവുമായി സംവാദം തുടങ്ങിക്കഴിഞ്ഞു. അതിൽ തർക്കം ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടാൻ വെല്ലുവിളിക്കുന്നു. അതിനുശേഷം സംവാദമാകാം, എന്നാൽ നേരിട്ടുള്ള സംവാദം ഉണ്ടാവില്ല എന്നാണ് സൂചന. സംവാദം തുടരാം എന്നു മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് കള്ളം പറയുന്നുവെന്നും നുണയനാണെന്നും മുഖ്യമന്ത്രി പിന്നെ വിമർശിച്ചിരുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണങ്ങൾ SNDP യോഗത്തിന്റെ രാഷ്ട്രീയ നിലപാടല്ലെന്നും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും യോഗം വൈസ് പ്രസിഡന്റും NDA കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. SNDP യോഗം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കക്ഷിയെയും പിന്തുണയ്ക്കില്ലെന്നും പത്തനംതിട്ടയിൽ നടന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന്റെയും അറിവിന്റെയും അടിസ്ഥാനത്തിലാണ് പ്രതികരണം നടത്തുന്നത്. SNDP യോഗത്തിന്റെ തീരുമാനം പറയണമെങ്കിൽ കൗൺസിൽ കൂടിയായ ശേഷം മാത്രമേ സാധിക്കൂ. ഒരു മുന്നണിയെയും സഹായിക്കാനോ ഉപദ്രവിക്കുവാനോ ഉള്ള നയം SNDP യോഗത്തിനില്ലെന്നും തുഷാർ പറഞ്ഞു. ഇനി സ്പോർട്സ്. കലൂർ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം വീണ്ടും ഒരു അന്താരാഷ്ട്ര മത്സരത്തിന് വേദിയായി. ഇന്ത്യയും ഹോങ്കോങ്ങും തമ്മിലെ AFC ഏഷ്യൻ കപ്പിന്റെ അവസാന റൗണ്ട് യോഗ്യതാ മത്സരമാണ് ഇന്ന് സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത്. മത്സരത്തിൽ ഹോങ്കോങ് ആണ് ഇന്ത്യയുടെ എതിരാളികളായിരിക്കുന്നത്. നീണ്ട 10 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് കൊച്ചിയിൽ ദേശീയ ടീമിന്റെ ഒരു മത്സരം നടന്നത്.
ടൂർണമെന്റിന്റെ യോഗ്യത നേടാതെ ഇരു ടീമുകളും പുറത്തായി എങ്കിലും കൊച്ചിയിൽ മത്സരം കാണാൻ കഴിയുന്നതിന്റെ ആവശ്യത്തിലായിരുന്നു ആരാധകർ. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരങ്ങൾക്ക് മഞ്ഞക്കടലായിരുന്ന സ്റ്റേഡിയം ഇന്ന് നീലക്കടലായി മാറി. 2016 തുർക്ക്മെനിസ്ഥാനെതിരെയാണ് ഇന്ത്യ അവസാനമായി കൊച്ചിയിൽ കളിച്ചത്. കഴിഞ്ഞ വർഷം ജൂണിൽ ടീം ഇന്ത്യ ഹോങ്കോങ്ങിൽ കളിച്ചപ്പോൾ ഒരു ഗോളിന് നീലപ്പട തോറ്റിരുന്നു. സിംഗപ്പൂർ, ഹോങ്കോങ്, ബംഗ്ലാദേശ് ടീമുകൾ അടങ്ങുന്ന ഗ്രൂപ്പ് സിയിൽ 2 പോയിന്റുമായി 4ാം സ്ഥാനത്താണ് നിലവിൽ ടീം ഇന്ത്യ. ടൂർണമെന്റിൽ നിന്നും 2 ടീമുകളും പുറത്തായി എങ്കിലും ഫിഫ റാങ്കിംഗ് പട്ടികയിൽ പോയിന്റ് നേടാൻ ജയം സഹായിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥനെ ചാരപ്രവർത്തനം ആരോപിച്ച് രാജ്യത്ത് നിന്നും പുറത്താക്കാൻ നിർദ്ദേശവുമായി റഷ്യ. നടപടിക്ക് കാരണം രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അപേക്ഷിക്കുമ്പോൾ തെറ്റായ വിവരങ്ങൾ നൽകിയതും അനൗപചാരിക സാമ്പത്തിക കൂടിക്കാഴ്ചകളിൽ നിർണായക വിവരങ്ങൾ ശേഖരിക്കാൻ ശ്രമിച്ചതും. ഉദ്യോഗസ്ഥൻ 2 ആഴ്ചയ്ക്കുള്ളിൽ രാജ്യം വിടണമെന്ന നിർദ്ദേശം. ബ്രിട്ടീഷ് എംബസി സ്റ്റാഫിനെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഭീഷണിപ്പെടുത്തിയത് അംഗീകരിക്കില്ലെന്നും UK. നടപടികൾ ഇരു രാജ്യങ്ങളുടെയും ബന്ധം കൂടുതൽ വഷളാക്കുമെന്ന് ബ്രിട്ടൻ. ഡോക്ടർമാരുടെ സമര മുന്നറിയിപ്പിനെതിരെ കടുത്ത നിലപാടുമായി പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. ഏപ്രിൽ 7 മുതൽ 6 ദിവസം നീണ്ടു നിൽക്കുന്ന സമരത്തിൽ നിന്നും പിന്മാറാൻ 48 മണിക്കൂർ സമയം ഡോക്ടർമാർക്ക് അനുവദിച്ചു. വേതന തർക്കത്തിന്റെ ഭാഗമായി ഡോക്ടർമാർ പ്രഖ്യാപിക്കുന്നത് ഇത് 15ാമത്തെ സമരം. സമരം ആരോഗ്യ സേവനങ്ങൾക്ക് കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കുമെന്ന് ആരോഗ്യ വകുപ്പിന് ആശങ്ക. സർക്കാർ നൽകിയ ഓഫർ നിരസിച്ച് സമരം തുടരുകയാണെങ്കിൽ പുതിയ നിയമങ്ങളും അവസരങ്ങളും പിൻവലിക്കുമെന്ന് സ്റ്റാമറുടെ മുന്നറിയിപ്പ്. UK-യിൽ നാളെ മുതൽ കൗൺസിൽ ടാക്സ് മുതൽ വാട്ടർ ബില്ല് വരെ വർദ്ധിക്കും. കൗൺസിൽ ടാക്സിലും വാട്ടർ ബില്ലിലും മാത്രം പ്രതിവർഷം വരുന്ന വർധനവ് 200 പൗണ്ടിലേറെ. മധ്യപൂർവേഷ്യയിലെ സംഘർഷം സമ്പദ്ഘടനയിൽ ഉണ്ടാക്കിയ പ്രഹരം മൂലം മോർഗേജ് നിരക്കും ഇന്ധന വിലയും ഊർജ്ജ ബില്ലും ഉയരും. ഫസ്റ്റ് ക്ലാസ് സ്റ്റാമ്പുകളുടെ വിലയിൽ 6% വർധനവും സെക്കൻഡ് ക്ലാസ് സ്റ്റാമ്പുകളുടെ വിലയിൽ 5% വർധനവുണ്ടാവും. പാസ്പോർട്ടിലെ നിരക്ക് 94.50 പൗണ്ടിൽ നിന്നും 102 പൗണ്ടായി വർദ്ധിക്കും. നിരക്ക് വർധനവ് കൂടുതലായി പ്രതിഫലിക്കുക ഗ്രാമീണ മേഖലകളിൽ. അമേരിക്കൻ വിമാനങ്ങളെ സ്പെയിനിന്റെ വ്യോമപാതയിലൂടെ സഞ്ചരിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി മാർഗരീത് റോബിൻസ്. US-മായി ചേർന്ന് സ്പെയിനുമായി നടത്തുന്ന സേനാ താവളങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള അനുമതി നേരത്തെ നിഷേധിച്ചിരുന്നുവെന്നും സ്പാനിഷ് പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസ്. അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി US-ഉം ഇസ്രയേലും ഏകപക്ഷീയമായി തുടക്കമിട്ട ഇറാനെതിരെയുള്ള യുദ്ധത്തെ സഹായിക്കുന്ന ഒരു നടപടിയും സ്പെയിനിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും ധനമന്ത്രി കാർലോസ് ക്യൂപ്പറോ. സ്പെയിനുമായുള്ള വ്യാപാര ബന്ധം മുറിക്കുമെന്ന് US പ്രസിഡന്റ് ട്രംപിന്റെ ഭീഷണി. ഇറാനിലെ മഷ്ഹദ് വിമാനത്താവളത്തിൽ തിങ്കളാഴ്ച US-ഉം ഇസ്രയേലും നടത്തിയ വ്യോമാക്രമണത്തിൽ മഹാൻ എയർ വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. ഇന്ത്യയിൽ നിന്നുമുള്ള മരുന്നുകൾ അടക്കമുള്ള സഹായങ്ങൾ എത്തിക്കാനായി ഷെഡ്യൂൾ ചെയ്ത വിമാനമായിരുന്നുവെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥർ. ഇറാനുമായുള്ള യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സത്തിന്റെ ഇടനിലക്കാരൻ പ്രമുഖ പ്രതിരോധ കമ്പനികൾ വലിയ നിക്ഷേപം നടത്താൻ ശ്രമിച്ചതായി ആരോപണം. രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് പ്രക്രിയയ്ക്ക് നാളെ തുടക്കം കുറിക്കും. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് നടപ്പിലാക്കുന്നത് 2 ഘട്ടങ്ങളിലായി. ആദ്യഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണവും 2ാം ഘട്ടത്തിൽ യഥാർത്ഥ ജനസംഖ്യാ കണക്കെടുപ്പുമാണ് നടക്കുക. ഇപ്പോൾ പുനരാരംഭിക്കുന്നത് 2011 ശേഷം കോവിഡ് പശ്ചാത്തലത്തിൽ നീണ്ടുപോയ സെൻസസ് നടപടികൾ. രാജ്യത്തെ LPG പ്രതിസന്ധിക്ക് നേരിയ ആശ്വാസവുമായി ഇന്നും നാളെയുമായി 2 LPG ടാങ്കർ കപ്പലുകൾ ഇന്ത്യയിലെത്തും. 2 ടാങ്കർ കപ്പലുകളുമായി രാജ്യത്തേക്ക് എത്തുന്നത് 94,000 ടൺ LPG. ഹോർമൂസ് കടലിടുക്ക് കടക്കുന്നത് BMW എൽം, BMW ടൈഗർ എന്നീ കപ്പലുകൾ. ഇനി ഹോർമൂസ് കടലിടുക്കാനുള്ള 18 കപ്പലുകൾ. കരിഞ്ചന്ത തടയാൻ സംസ്ഥാനങ്ങൾ കൺട്രോൾ റൂമുകൾ തുടങ്ങുമെന്നും കേന്ദ്ര സർക്കാർ. പാർലമെന്റിൽ ഊർജ്ജ പ്രതിസന്ധി ചർച്ച ചെയ്യണമെന്ന് പ്രിയങ്ക ഗാന്ധി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ ലൈംഗിക അപവാദ കേസിൽ കുടുക്കാൻ സോളാർ കേസ് പ്രതിയുമായി KB ഗണേഷ് കുമാർ ഗൂഢാലോചന നടത്തിയത് കണ്ടെന്ന് ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ മൊഴി. SC സഞ്ജയ് ഖാനാണ് കൊട്ടാരക്കര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മൊഴി നൽകിയത്. 2001 മുതൽ 2004 വരെ ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായി സഞ്ജയ് ഖാൻ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.